ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ പാർട്ട് 1-ലെ PYQs, MCQs, അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ദാറ്റ് പ്രൈമർലി എയിംസ് അറ്റ് ഓപ്ഷൻ എ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ, ബി delivering lecture, C bringing about desirable change in learners behavior, and option D is completing the syllabus. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തനിയെ തിങ്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇത് എന്താണ്? ഇത് ടീച്ചിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ദാറ്റ് പ്രൈമറി എയിംസ് അറ്റ്. ഇവിടെ എന്താണ് പറയുന്നത്? ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ ആണ് അല്ലേ? NL ഗേജിൻ്റെ ഡെഫിനിഷൻ ആണ്. അതിൽ എന്താണ് പറയുന്നത്? ടീച്ചിങ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ദാറ്റ് പ്രൈമറി എയിംസ് അറ്റ്. എന്താണ് അവർ ടീച്ചിങ്ങിൽ എയിം ചെയ്യുന്നത്? ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു. ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ മാത്രമല്ല, എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്? അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? അതൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അതുവഴി അവിടെ എന്തുണ്ടാവണം? ഒരു ബിഹേവിയറൽ ചേഞ്ച്, ലേണേഴ്സിൻ്റെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ച് ഇൻ ലേണേഴ്സ് ബിഹേവിയർ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2, who defines teaching as a form of interpersonal influence aimed at changing the behavior of another person? അപ്പോൾ ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി NL ഗേജ്, ഓപ്ഷൻ സി ജോൺ ഡ്യൂ ആൻഡ് ഓപ്ഷൻ ഡി JS ബ്രൂണർ. അപ്പോൾ ഒന്ന് പോസ് ചെയ്ത് തിങ്ക് ചെയ്യണം. നമ്മൾ ഈ ഡെഫിനിഷൻ പഠിച്ചതാണ്. നമ്മൾ ഒരേ ഒരാളുടെ ഡെഫിനിഷനെ മാത്രമേ ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളൂ. അതാരുടെയാണ്? NL ഗേജ് അല്ലേ? NL ഗേജ് ആണ് പറയുന്നത് ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻ്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ? എയിംഡ് അറ്റ്, അവരുടെ ലക്ഷ്യം എന്താണ്? ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സണിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അവരുടെ ലക്ഷ്യം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡൊമൈൻ ഓഫ് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് കൺസേൺഡ് വിത്ത് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നതിൽ ഏതാണ്? 3 ആയിട്ടല്ലേ? 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൽ എന്താണുള്ളത്? കൊഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, സൈക്കോമോട്രിക് ഉണ്ട്. അപ്പം ഇവിടെ ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബിഹേവിയറലാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം തന്നെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താണ് എന്താണ് കീവേഡ്സ് പഠിച്ചത്? നമ്മൾ കൊഗ്നിറ്റീവ് എന്തുമായിട്ടാണ് റിലേറ്റഡ്? ഹെഡുമായിട്ട് അല്ലേ? നമ്മൾ അഫക്റ്റീവ് നമ്മുടെ ഹാർട്ട്, സൈക്കോമോട്രിക് എന്താണ്? നമ്മുടെ ഹാൻഡ്. അപ്പം തന്നെ നമുക്ക് കിട്ടും ഈ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷൻസ്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ ഹാർട്ട് അല്ലേ? അപ്പം തന്നെ നമുക്ക് ആൻസറിൽ എത്തിക്കാൻ പറ്റും എന്താണ്? അഫക്റ്റീവ് ഡൊമൈനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇങ്ങനെ നമുക്ക് എന്താണ് എലിമിനേഷൻ മെത്തേഡ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിൽ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, റൈറ്റിംഗ് ആൻ എസ്സേ യൂസിങ് ലേൺഡ് ഐഡിയ ബിലോങ്സ് ടു വിച്ച് ഡൊമൈൻ? നമ്മളിപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു, തേർഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. ബ്ലൂംസ് ടാക്സോണമി ഏതാണ്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എന്താണ്? കൊഗ്നിറ്റീവ്, രണ്ടാമത്തത് അഫക്റ്റീവ്, പിന്നെ സൈക്കോമോട്രിക്. അപ്പോൾ കൊഗ്നിറ്റീവ് ഹെഡ് ആയിട്ട് റിലേറ്റ് ചെയ്തു അല്ലേ? നമ്മുടെ ലേണിംഗ് ഫാക്ട്സ്, ഐഡിയാസ് ഒക്കെയാണ് എന്താ പറയുന്നത് കൊഗ്നിറ്റീവിൽ വരുന്നത്. അഫക്റ്റീവിൽ എന്താണ്? നമ്മുടെ ഇമോഷൻസ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് എന്താണ്? നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതാണ് അഫക്റ്റീവ്. നമ്മൾ കീവേഡ്സ് പഠിച്ചായിരുന്നു. സൈക്കോമോട്രിക് നമ്മുടെ ഹാൻഡ്, അതെന്താണ്? നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലാണ് സൈക്കോമോട്ടറിൽ വരുന്നത്. അപ്പം നമുക്കറിയാം ഇത് 3 ആണുള്ളത്. ബ്ലൂംസ് ടാക്സോണമി, ഇമോഷൻ എന്നുള്ളൊരു പാർട്ട് അതിൽ ഇല്ല. അപ്പം തന്നെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കാം, ബ്ലൂംസ് ടാക്സോണമി എന്താണ് പറഞ്ഞത്? റൈറ്റിംഗ് ആൻഡ് എസ്സേ ആണ്. അതെന്തായാലും ഏതുമായിട്ടാണ് എസ്സേ റൈറ്റ് ചെയ്യണത്? അഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലേ? അഫക്റ്റീവ് എന്താണ്? നമ്മുടെ എന്താണ്? വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ് അല്ലേ? അപ്പോൾ അതുമായിട്ട് എന്തായാലും റിലേറ്റഡ് അല്ല. പക്ഷേ ഒരു റൈറ്റിംഗ് ആൻഡ് എസ്സേ നമ്മൾ എന്താണ്? നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അല്ലേ? ഐഡിയാസ് ഉപയോഗിച്ച്. അപ്പോൾ അത് എന്തുവാണ്? നമ്മുടെ ഹെഡ് അല്ലേ? അത് ഹെഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലെത്താം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ബി, കൊഗ്നിറ്റീവ് ആണെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ 5 എന്താണ്? ഓപ്പറേറ്റിംഗ് എ മെഷീൻ ഓർ പെർഫോമിംഗ് എ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്?
ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ 3 ഒബ്ജക്റ്റീവേ ഉള്ളൂ ടീച്ചിങ്ങിൽ: കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമെട്രിക്. അപ്പോൾ ഈ മോറൽ എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഇതെന്താണ്, പെർഫോമിങ് എ മെഷീനാണ്. അത് നമ്മൾ എന്താണ്, പ്രാക്ടിക്കൽ സ്കില്ലാണ് അല്ലേ. അതും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു. സൈക്കോമോട്ടർ അല്ലേ, നമ്മുടെ ഹാൻഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽ. അതിൽ തന്നെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു അല്ലേ, ലബോറട്ടറിയിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുന്നതൊക്കെ ഏതിൻ്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു, സൈക്കോമോട്രിക് സ്കിൽ. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. ഓപ്ഷൻ സി, സൈക്കോമോട്ടർ. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ സി, ദ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഇസ് മെയിൻലി കൺസേൺ വിത്ത്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ് നമ്മൾ പഠിച്ചു. അപ്പം എ പ്രോബ്ലം സോൾവിങ് ആണോ, ബി ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ, സി റീകോൾ ആൻഡ് റെക്കഗ്നൈസേഷൻ ആണോ, ഡി ക്രിയേറ്റിവിറ്റി ആണോ. അപ്പോൾ നമ്മൾ പഠിച്ചു മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ആണ് അല്ലേ. അവിടെ എന്താണ് ചെയ്യുന്നത്, റീകോൾ ആൻഡ് നമ്മൾ റെക്കഗ്നൈസേഷൻ ഓഫ് ഫാക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ആ എക്സ്പ്ലനേഷനിൽ പഠിച്ചു. അപ്പോൾ എന്താണ്, മെമ്മറി ലെവൽ ഒരു ബേസ് ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ അതിൽ എന്താണ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഒരിക്കലും വരത്തില്ല എന്നറിയാം നമുക്ക്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും എന്താണ്, ഒരിക്കലും ഒരു മെമ്മറി ലെവലിൽ വരത്തില്ല അല്ലേ, അത് ബേസ് ലെവലാണ് അല്ലേ. അപ്പോൾ അടുത്തത് ക്രിയേറ്റിവിറ്റിയും അതിൽ വരത്തില്ല നമുക്ക് അറിയാം. അങ്ങനെ നമുക്ക് ഈ എ ബി ഡി എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഏത് ആൻസറിൽ എത്താം, ഓപ്ഷൻ സി റീകോൾ ആൻഡ് റെക്കഗ്നൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ എത്താം. അപ്പോൾ നമുക്കറിയാം ഇത് എന്തായാലും, ഇത് ഉറപ്പായിട്ടും ഇതെന്തായാലും വരത്തില്ല, ഈ കീവേഡ്സ് ഈ മെമ്മറി ലെവലിൽ വരത്തില്ല എന്ന് വെച്ചാൽ നമുക്കതിനെ എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസറിൽ എത്തിക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് ആൻസർ അറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് റീകോൾ ആൻഡ് റെക്കഗ്നൈസേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്, മെമ്മറി ലെവൽ ടീച്ചിങ് ആണ്. അങ്ങനെ നമുക്ക് ആൻസറിൽ എത്തിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തു നമുക്ക് ആൻസറിൽ എത്തിച്ചേരാൻ സാധിക്കും. Next question number 7. Which level of teaching encourages problem solving, enquiry and critical thinking? അല്ലേ, ഇത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? മെമ്മറി എന്താണ്, ബേസ് ലെവലാണ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, മിഡിൽ ലെവൽ. അവിടെ എന്താണ്, അവർ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അടുത്തത്, റിഫ്ലക്റ്റീവ് ലെവൽ അല്ലേ. ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ എന്താണ് ചെയ്യുന്നത്, അവർ പ്രോബ്ലം സോൾവിങ് ചെയ്യും, എൻക്വയറി ചെയ്യും, ക്രിട്ടിക്കലായിട്ട് തിങ്കും ചെയ്യുന്നത് ഏത് ലെവലിലാണ്? ഇതാണ് ഹൈ ഓർഡർ ലെവൽ അല്ലേ. ഹയർ ലെവലാണ്, ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഈ റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ലെവൽസ് ഓഫ് ടീച്ചിങ് ആകെ 3 ഉള്ളൂ: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ ഒരു ഓപ്ഷൻ ഇവിടെ എക്സ്ട്രാ ആണ്, കണ്ടീഷൻ ലെവൽ. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ 3ൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആൻസറിൽ എത്തിക്കാൻ സാധിക്കും. അടുത്ത 8th question ആണ്, which level of teaching is teacher's role that of a guide or ഫെസിലിറ്റേറ്റർ? അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യമേ പഠിച്ചു ഫെസിലിറ്റേറ്റർ എന്ന്. ഞാൻ ആ എക്സാമ്പിൾ പഠിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ. ഫെസിലിറ്റേറ്റർ ഈസ് റിലേറ്റഡ് ടു ഏത് ലെവലാണെന്ന് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഒരു ടീച്ചർ ലെവൽസ് ഉണ്ട്, 3 ലെവൽസ് ഉണ്ട്. ഒന്ന് മെമ്മറി ലെവൽ, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. സോ ആൾ ലെവൽസ് എന്നുള്ളതിൽ അല്ലല്ലോ, ഓൾ ലെവൽസിലും ഒരു റോള് നമുക്ക് അല്ലല്ലോ, ഡിഫറെൻറ്റ് ലെവൽസിൽ ഡിഫറെൻറ്റ് റോളാണ് ടീച്ചറിൻ്റെ അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ മെമ്മറി ലെവലിൽ എന്താണ്, ടീച്ചർ സെൻറ്റേർഡ് ആണ് അല്ലേ. അവരാണ് മെയിനായിട്ട്, അവരെന്താണ്, ഒരു ഇൻസ്ട്രക്ടർ ആയിട്ടാണ് അവരവിടെ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇവിടെ എന്താണ്, അവരൊരു ഗൈഡായിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആക്ട് ചെയ്യുന്നത്. അതൊന്നും നമ്മൾ പഠിച്ചു. റിഫ്ലക്റ്റീവ് ലെവലിലാണ് അവർ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു ഗൈഡ് ഓർ എ ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതെല്ലാണ്, റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9, മാച്ച് ദ ഫോളോയിങ് ആണ് ലെവൽ ഓഫ് ടീച്ചിങ്, അതിൻ്റെ ഫോക്കസസും ആണ്. അപ്പോൾ ലെവൽ ഓഫ് ടീച്ചിങ്, മെമ്മറി ലെവൽ, അവിടെ എന്താണ്, നമ്മൾ ബേസിക് ലെവലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, റീകോളിംഗ് ഫാക്ട്സ് അതാണ്. അപ്പം ഓപ്ഷൻ എയുടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സോ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലേ, നമ്മുടെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുവാണ് അല്ലേ, അവിടെ മനസ്സിലാക്കും. അപ്പോൾ അവിടെ എന്താണ്, മീനിങ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്. ഒരു കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്. ഇപ്പോൾ ബിയുടെ നമ്മൾ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ട, ഓപ്ഷൻ 2 ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കണ്ടോ, ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അടുത്തത്, റിഫ്ലക്റ്റീവ് ലെവൽ. അതെന്താണ്, എപ്പോഴും ക്രിയേറ്റിവിറ്റി ആണ് അവിടെ റിഫ്ലക്റ്റീവ് ലെവലിൽ എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1. അപ്പോൾ ഓപ്ഷൻ എ ആണ് അപ്പോഴത്തെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് അങ്ങനെ തന്നെ എത്തിച്ചേരാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഹു ഐഡൻറ്റിഫൈഡ് 3 ലെവൽ ഓഫ് ടീച്ചിങ്? മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചപ്പം തന്നെ നമ്മൾ പഠിച്ചായിരുന്നു ഇതൊക്കെ ആരാണ്, ഇത് എന്താണ്, ആരൊക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന്. അപ്പോൾ ഓപ്ഷൻ എ ബ്ലൂം ആൻഡ് കാർത്തോൾ, ആൻഡ് ഓപ്ഷൻ ബി സ്കിന്നർ ആൻഡ് തോഡ്നിക്, ഓപ്ഷൻ സി മോറിസ് എൽ ബിഗ് ആൻഡ് ഹെർബർട്ട്, ആൻഡ് ഓപ്ഷൻ ഡി പിഗാറ്റ് ആൻഡ് വിഗോസ്കി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി മോറിസ് എൽ ബിഗ് ആൻഡ് ഹെർബർട്ട്. ഇതൊരു എന്താണ് തിയറി ബേസ്ഡ്, അതായത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ കാണാതെ റിവൈസ് ചെയ്ത് ഈ പേരുകൾ ഒക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ ഈസി ആയിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, അസേർഷൻ ആൻഡ് റീസണിങ്. ഇത് നമുക്ക് നല്ല ശ്രദ്ധിച്ച് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ എന്താണ്? അസേർഷൻ ആണ്. അസേർഷൻ എന്താണ് പറഞ്ഞത്? ടീച്ചിങ് ഈസ് പർപ്പസ്ഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അല്ലേ? അത് ശരിയാണല്ലോ, ട്രൂ ആണ് അല്ലേ? ടീച്ചിങ് ഒരു പർപ്പസ്ഫുൾ, അതിൻ്റെ ഒരു പർപ്പസ്ഫുൾ ഉണ്ടായിരിക്കും, അത് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണെന്നും നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു. അത് ഞാൻ അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് പറയുന്നു. ടീച്ചിങ് എയിംസ് ടു ബ്രിങ് ഔട്ട് ഡിസൈറബിൾ ബിഹേവിയർ ചേഞ്ച് ഇൻ ലേണേഴ്സ്, അല്ലേ? ടീച്ചിങ്ങിൻ്റെ അത് എന്തുകൊണ്ടാണ് അത് പർപ്പസ്ഫുൾ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആവുന്നത്? കാരണം അതിൻ്റെ ലക്ഷ്യം, എയിം എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈറബിൾ ബിഹേവിയർ ചേഞ്ച് ലേണേഴ്സിൽ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഇത് ഡെഫിനിഷനിൽ പഠിച്ചല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അസേർഷനും ട്രൂ ആണ്, റീസണിങ്ങും ട്രൂ ആണ്. അതുപോലെ അസേർഷൻ എൻ്റെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസണിങ് എന്നും പറയാം. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്, അസേർഷൻ ആൻഡ് റീസണിങ്. ഇപ്പോൾ അസേർഷൻ എന്താണ് പറയുന്നത്? മെമ്മറി ലെവൽ ടീച്ചിങ് ഈസ് സ്യൂറ്റബിൾ ഫോർ ഹയർ ഓർഡർ തിങ്കിങ്. റീസൺ എന്താണ് പറയുന്നത്? ഇറ്റ് എംഫസൈസ് റീകോൾ, റെക്കഗ്നൈസേഷൻ ആൻഡ് ഡോട്ട് ലേണിംഗ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചു? മെമ്മറി ലെവൽ എന്താണ്? നമ്മുടെ ബേസ് ലെവലാണ്. അതുകൊണ്ട് എന്താണ് ഒരിക്കലും ഇതെന്താണ് ഹയർ ഓർഡർ തിങ്കിങ് സ്യൂറ്റബിൾ അല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്താ പറയാം? എ ഫോൾസ് ആണെന്ന് പറയാം. അടുത്തത് റീസൺ എന്താണ്? ഇറ്റ് എംഫസൈസ് റീകോൾ, റെക്കഗ്നൈസേഷൻ ആൻഡ് ഡോട്ട് ലേണിംഗ്. അത് നമുക്ക് എന്താണ്? അത് ട്രൂ ആണല്ലേ? കാരണം എന്താണ്? മെമ്മറി ലെവൽ എന്താണ് ബേസ് ചെയ്യുന്നത്? റീകോൾ ചെയ്യാനും റെക്കഗ്നൈസേഷനും റോട്ട് ലേണിംഗും ആണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? എ ഫോൾസും ആറ് ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 പറഞ്ഞ അസേർഷൻ എന്താണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, അല്ലേ? നെക്സ്റ്റ് റീസൺ ലേണേഴ്സ് ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് എൻക്വയറി. അപ്പോൾ എന്താണ് അസേർഷൻ പറയുന്നത്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. അവിടെ റിഫ്ലക്റ്റീവ് ലെവലിൽ ടീച്ചിങ് എന്ത് ചെയ്യും? ക്രിയേറ്റിവിറ്റിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അതെന്താണ്? ട്രൂ ആണല്ലേ? അതൊരു ഹൈ ഓർഡർ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അവിടെ എന്താണ്? ക്രിയേറ്റിവിറ്റി ആണ്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനെ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. അവിടെ ടീച്ചേഴ്സ് ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എ ഇസ് ട്രൂ. റീസൺ എന്താണ്? ലേണേഴ്സ് ആക്റ്റീവ്ലി എൻഗേജ് ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് എൻക്വയറി. അതും ശരിയാണല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? അവർ ആക്റ്റീവ്ലി പ്രോബ്ലം സോൾവിങ്ങിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു, എൻക്വയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പം എന്താണ്? എ ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Question number 14, assertion affective objective are important for holistic development of learners. Reason എന്താ പറയുന്നത്? They help in developing values, attitudes and motivation. അപ്പം നമ്മൾ പറഞ്ഞു അഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് ഏതുമായിട്ടാണ്? നമ്മുടെ ഹാർട്ടായിട്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, അല്ലേ? ലേണേഴ്സിൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? റൈറ്റ് ആണ്, അത് ട്രൂ ആണ്. നെക്സ്റ്റ് ഇസ് റീസൺ. അതെന്തുകൊണ്ടാണ്? ദേ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷൻ. അതും കറക്റ്റ് ആണ്, അല്ലേ? നമ്മൾ അഫക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ലേണറിൻ്റെ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും മോട്ടിവേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ബോത്ത് A and R is true and R is the correct explanation of A. So option A is the right answer. Next PYQs ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 15, ടീച്ചിങ് ഇസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് സയൻസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ടീച്ചിങ് ഒരു ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്? എ, ഇറ്റ് ഇൻവോൾവ്സ് ഇമോഷൻസ് ഓൺലി. ബി, ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. ആൻഡ് സി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ്പീരിയൻസ്. ആൻഡ് ഡി, ഇറ്റ് ഇഗ്നോർസ് ലേണേഴ്സ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം?
അപ്പോൾ നോക്കാം, ഇറ്റ് ഇൻവോൾവ്സ് ഇമോഷൻ ഒള്ളി ആണോ ഒരു അല്ല, അപ്പോൾ അതിന് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി എന്താണ്? ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. അപ്പോൾ ഇവിടെ എന്താണ്? ക്രിയേറ്റിവിറ്റി ആർട്ടിനെയാണ് സൂചിക്കുന്നത്, സിസ്റ്റമാറ്റിക് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സയൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പിന്നെ ഇവിടെ സി വേണമെങ്കിൽ നോക്കാം, ഇറ്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ എക്സ്പീരിയൻസ് അല്ലേ. എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ട് ഒരു ടീച്ചിങ് അല്ലെങ്കിൽ അതിന് ഒരു ആർട്ടും സയൻസും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ, അവിടെ ആർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു സയൻസ് ബേസ് ആണ് അല്ലേ. പിന്നെ എന്താണ്? ഇറ്റ് ഇഗ്നോർസ് ലേണേഴ്സ് ഡിഫറൻസ്. ലേണേഴ്സിൻ്റെ ഡിഫറൻസ് ഇഗ്നോർ ചെയ്യുന്നത് ഒരു ഇതാണോ, ഒരു ആർട്ടാണോ? അല്ല. നമ്മൾ എന്താണ്, ടീച്ചേഴ്സ് എപ്പോഴും ലേണേഴ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് മെത്തേഡ്സ് കൊണ്ടുവരണം അല്ലേ. അതാണ് ഒരു ടീച്ചറിൻ്റെ നല്ലൊരു ആർട്ട് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റിയും വേണം, അതുകൊണ്ട് അതിന് സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും ഉണ്ടാവണം ഒരു ടീച്ചിങ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. But next question 6 ആണ്, which of the following is not a characteristics of a good teaching. ഇങ്ങനത്തെ നെഗറ്റീവ് സെൻറ്റൻസ് കൂടുതൽ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ നോട്ടൊന്നും ശ്രദ്ധിക്കത്തില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, ആൻസറിലോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും ഈ വേർഡൊന്നും എന്ത് ചെയ്യാൻ ഹൈലൈറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഒരു ഗുഡ് ടീച്ചിങ്ങിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആക്റ്റീവ് ലേണർ പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ ബി കണ്ടിന്യൂസ് ഫീഡ്ബാക്ക്, സി റിജിഡ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ഡി ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ്? ആക്റ്റീവ് ലേണർ പാർട്ടിസിപ്പേഷൻ എന്താണ്? ഒരു ടീച്ചിങ്ങിൻ്റെ നല്ലൊരു സ്വഭാവമാണ് അല്ലേ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക്. ഒരു ഗുഡ് ടീച്ചിങ്ങിന് നമുക്ക് എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് അത്യാവശ്യമാണ്. അവർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു ടീച്ചറിന് എന്താണ് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലപ്പം നമ്മൾ എന്താണ് ടീച്ചിങ് മെത്തേഡ്സ് മാറ്റണം, അവർക്ക് കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കണം എന്നൊക്കെ എന്താണ് എന്നുള്ള ഇത് നമ്മൾ ഐഡിയ എവിടെ നിന്നാണ്? ഫീഡ്ബാക്കിലൂടെയാണ് നമുക്ക് കിട്ടാറ്. സോ ഓപ്ഷൻ ബി എന്താണ്? ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടീച്ചിങ് മെത്തേഡിൽ. പിന്നെ എന്താണ്? റിജിഡ് ടീച്ചിങ് മെത്തേഡ്സ്. റിജിഡ് ടീച്ചിങ് മെത്തേഡ്സ്, അതായത് നമ്മളിപ്പം പണ്ടത്തെ പോലെ ഇപ്പോഴും ബോർഡ് ഇങ്ങനെ വൈറ്റ് ബോർഡിൽ എഴുതി അങ്ങനെയാണോ? അങ്ങനത്തെ ടീച്ചിങ് മെത്തേഡ്, റിജിഡ് ആയിട്ട് ഒരു ടീച്ചിങ് മെത്തേഡ് ഒരു ടീച്ചർ കൊണ്ടുപോകുന്നത് നല്ലതാണോ? അല്ല. നമ്മൾ ക്ലാസ് റൂമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ AI വന്നു, അപ്പോൾ നമുക്ക് എന്താ AI യൂസ് ചെയ്ത് നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരു നല്ല ടീച്ചർ എന്താ ചെയ്യണം? നമ്മൾ ടെക്നോളജിയോട് അഡാപ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള പുതിയ എന്താണ് ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് ക്ലാസ് എന്ത് ചെയ്യണം? ഒരു എൻഗേജിങ് ആയിട്ട് വെക്കണം. അപ്പോൾ ഈ റിജിഡ് ടീച്ചിങ് മെത്തേഡ് എന്താണ്? നല്ലൊരു ഗുഡ് എന്താണ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. നെക്സ്റ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് അല്ലേ. ഒരു ടീച്ചിങ്ങിന് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആവശ്യമാണ് അല്ലേ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ക്ലാസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ് ദ കറക്റ്റ് ആൻസർ. റിജിഡ് ടീച്ചിങ് മെത്തേഡ് ആണ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്. അപ്പോൾ ദ സീക്വൻസ് ഓഫ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ് ലെവൽ അല്ലേ. ഇപ്പം നമ്മൾ ലോവസ്റ്റ് ലെവൽ ടു ഹയസ്റ്റ് ലെവലിൽ ആ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എന്താണ് പറഞ്ഞത്? റാങ്ക് ചെയ്യാനാണ് പറഞ്ഞത്. അത് കണ്ട, ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആണ്. അപ്പോൾ ലോവസ്റ്റ് ഏതാണ് ലോവസ്റ്റ്? നമ്മൾ പഠിച്ചു മൂന്ന് ലെവൽസ് ആണുള്ളത്. ഒന്ന് ലോവസ്റ്റിൽ ഏതാണ് പറയുന്നത്? മെമ്മറി ലെവൽ. സെക്കൻഡ് മിഡിൽ ലെവലിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ലാസ്റ്റ് ഹയസ്റ്റ് ലെവലിൽ എന്താണ്? റിഫ്ലക്റ്റീവ്. സോ അപ്പോൾ അത് നമ്മൾ നോക്കണം. ആദ്യം മെമ്മറി ലെവൽ ഏതുണ്ട്? ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ. ബി, ഓപ്ഷൻ ബിയിലാണ് കറക്റ്റ് ഉള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ്. അപ്പോൾ നമ്മൾ ആദ്യം മെമ്മറി ആണെന്ന് നമുക്ക് അറിയാം, ലോവസ്റ്റ് ലെവൽ. അപ്പോൾ നമുക്ക് ഈ മെമ്മറി ഉള്ള 2 ഓപ്ഷനേ ഉള്ളൂ, ബാക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം മിഡിൽ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് മിഡിലുള്ളത് അറിയത്തില്ല, റിഫ്ലക്റ്റീവ് ആണ് അവസാനത്തെ അറിയാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നോക്കാം നിങ്ങൾക്ക്. റിഫ്ലക്റ്റീവ് അവസാനമുള്ളത്. അപ്പം മെമ്മറിയുടെ റിഫ്ലക്റ്റീവ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് എത്തിച്ചേരാൻ പറ്റും. അപ്പം അങ്ങനെ ചെറിയ ട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ please like, share and subscribe to Concept Wise Learning Hub, clear concepts for smarter studies. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സിലബസോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.